ഞാൻ വല്ലപ്പോഴും മാത്രം സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. എന്ന് അവനോട് സംസാരിച്ചാലും അന്നത്തെ നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ അവളോട് പറയുകയും ചെയ്തു. സംഭവം നല്ല മൂടില്ലേ? പിന്നല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന അയച്ചെന്നതാ. എവിടെ ഇപ്പോൾ റൂം എടുക്കുക സേഫ് ആയിട്ട്? എന്തിനാടാ അയച്ചെന്നോക്കണ? അവൾക്ക് ഇഷ്ടമുണ്ടെന്ന്. അല്ല, അത് വിളിച്ച് സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടാ. എന്തിന് ഇത് വീഡിയോ അയച്ചാൽ പോരെ? അല്ലടാ, അപ്പൊ വാട്സപ്പില് ചാറ്റിങ്ങും പരിപാടിയും ഡീലിംഗ് ഒന്നും ഇല്ലേ? നമ്പർ തന്നിട്ടില്ലാന്ന്. എന്തിന് ഇതൊക്കെ പോരെ? അവൾക്ക് നല്ല ടോട്ടലി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നീ ഈ റീൽ അയച്ചോളെ ആലോചിച്ച് റൂമിലേക്ക് എത്തിച്ച് ഇത് കണ്ടട്ടാ. കണ്ടില്ലേ നമ്മുടെ ലൈഫിൽ ആരെങ്കിലും സെക്സ് ആഗ്രഹിക്കണ്ടോന്ന്? എന്തിട്ടാണ് സെക്സ് എന്നല്ല വൈ, എന്നിട്ട് വായിക്കടാ സെക്സ്. നീ എവിടെ പഠിച്ചേ? നായർ സമാജ അപ്പർ പ്രൈമറിയല്ലേ? ഇങ്ങനെ വരൂ സക്സസ്. അത് അങ്ങനെയും വായിക്കൂ, അങ്ങനെ വായിക്കൂ. അയ്യോ, എന്നെ കലാക്കില്ലേ? ധരിക്കും ധരിക്കും ധരിക്കും. എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ടല്ലോടാ. ഞാൻ നിന്നെ കാണാതിരിക്കായിരുന്നു. എന്റെ കല്യാണം നടത്തില്ലേ, കുറച്ച് പൈസക്ക് അത്യാവശ്യമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തോളട്ടാ. അതെന്താ പിന്നെ പറയാണ്ട? കുറച്ച് സീനുണ്ട്, ചിലപ്പോ നടക്കുള്ളൂ. എന്താ സീനടാ? ഇപ്പത്തെ കല്യാണത്തിന് എൻഗേജ്മെന്റിന് ഫോൺ കൊടുക്കുന്ന പരിപാടിയില്ലേ, പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ച് ഐഫോൺ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കൊടുത്ത് പോയി. അതിന്റെ കുറച്ച് സീൻ ഉണ്ടെന്നുള്ളോ. പിന്നെ ഓപ്പ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നോക്കണല്ലേ? ഇത് ശരിയായില്ലെങ്കിൽ മാത്രം. അവരെ വല്ല ബന്ധത്തിലും സെക്സ് ഇഷ്ടപ്പെടുന്ന വല്ല പെണ്ണ്? അതേതാ കമ്പനി പുതിയത് ഇറങ്ങിയിട്ടുള്ളതാ? അത് വെറുതെ പറഞ്ഞത്. നീ വിട്ടോടാ, മഴ വരുന്നുണ്ട്, ഞാൻ പോവാ. ശരി എന്നാ, ശരിട്ടാ. വിചാരം മാത്രമേ ഉള്ളൂ. ഈ ഷഷ് ഇഷ്ടമല്ലാണ്ട് നിന്നെ കല്യാണം കഴിക്കണം. ഇത് നടക്കേണ്ട അത്ര പേരുടെ ദിവസം ഉണ്ടെന്ന് പറയും. 100 പെൺപിള്ളേർക്ക് റിക്വസ്റ്റ് അയക്കും. അറിയാണ്ട് ഏതെങ്കിലും ഒരു കൈ തട്ടി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മെസ്സേജ് അയക്കും, ആരും ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ് ഇല്ല. ശ്രീകുട്ടി പറഞ്ഞില്ല എൻ്റെ അടുത്ത്? ഇല്ല. പിന്നെ നീ അവളുടെ അടുത്ത് പറഞ്ഞ തരുമോന്ന് ചോദിച്ചു? വെറുതെ നിനക്ക് നാട്ടുകാരെന്ന് ഇടിയിട്ടണ തരുമൊന്നല്ലേ ചോദിച്ചുള്ളൂ. എന്റെ കയ്യിൽ തന്നെ അവിടെ എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാർ പേടിച്ചിട്ട് താൻ തന്നെ വിളിച്ചേ. നീ വിചാരിക്കണ പോലെ ഞാൻ അവന് പൈസ കൊടുക്കാനല്ല, അവൻ എനിക്ക് തരാനുള്ള. അയാളെ വിളിക്കണ്ട, താൻ തന്നെ വിളിച്ചേ. അവൻ പാവലടാ, അവൻ എനിക്ക് പൈസ തരാനുള്ളല്ലേ. ഞാൻ എന്റെ മുഖം ഇങ്ങനെ കണ്ടിട്ട് അവന് സങ്കടമായാലോ. അവൻ എങ്ങനെയാടാ എന്നെ ഫേസ് ചെയ്യാ? പക്ഷെ ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനിനി കല്യാണത്തിന് മുമ്പ് ഒരു 3 ലക്ഷം കൂടി കൊടുക്കണം. നീ ബാംഗ്ലൂരിൽ പോയിട്ട് 5 മണി ഏടത്തിന്റെ പോകും. അന്ന് എനിക്ക് കുറച്ച് തരും. നിനക്കില്ല, നിനക്ക് അല്ലാണ്ട് തന്നെ നാട്ടുകാരിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ.